Good morning all. Our next part is TOC and cost accounting procedures. ഈ തിയറി ഓഫ് കൺസ്ട്രെയിൻസും അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് നേരിട്ട് കോസ്റ്റ് പ്രൊഡക്ഷൻ സർവീസസിനും അല്ലൊക്കെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് ഒരു കോസ്റ്റിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാം നമ്മളിവിടെ മെയിനായിട്ട് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാത്രമാണ് നമ്മുടെ വേരിയബിൾ ആയിട്ടുള്ളത്, അല്ലെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് വേരിയബിൾ ആയിട്ടുള്ളത്, ബാക്കി എല്ലാം എന്താണ്, ഫിക്സഡ് ആണ്. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റൊക്കെ ഫിക്സഡ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രമേ നമുക്ക് ഇവിടെ വേരിയബിൾ കോസ്റ്റുള്ളൂ, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അല്ലെ ആ ഒരു ബേസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ TOC റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സം നോൺ ക്രിട്ടിക്കൽ മെഷീൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ കപ്പാസിറ്റിക്ക് അനുസരിച്ച് യൂസ് ചെയ്യുന്നില്ല. അപ്പം അത് ജസ്റ്റ് ഒരു സിമ്പിൾ റെക്കഗ്നീഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു അത് കറക്റ്റായിട്ട് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നുള്ള ഒന്നും കൂടി അഡ്വാൻറ്റേജബിൾ ആയിട്ടുള്ളത്, അല്ലെ ഒന്നും കൂടി ഗുണം നമുക്ക് ഉള്ളത്. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും അത് എത്രത്തോളം അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അത് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് കപ്പാസിറ്റി നോക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ തന്നെ ഇവിടെ പറയേണ്ടത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡിങ് ദ അക്യുമുലേഷൻ ഓഫ് അസോസിയേറ്റഡ് എക്സസ് സ്റ്റോക്ക്. നമ്മളെ സ്റ്റോക്കും അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസും വെറുതെ എക്സസ് ആയിട്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുക എന്നുള്ളത് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ വീക്ക്നെസ്സൊക്കെ നമുക്ക് നോക്കിയിട്ട് ഒപ്റ്റിമം പ്രൊഡക്ഷൻ ഏതൊക്കെ മെഷീൻസിലാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ TOC എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ള അസംഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷനും കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇതൊക്കെ ഈ കൺസ്ട്രെയിൻസ് ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ഹയർ പെർഫോമൻസ് അച്ചീവ് ചെയ്യാനും ഗോൾ അച്ചീവ് ചെയ്യാനും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ TOC എന്താ ചെയ്യുന്നത്, ഇറ്റ് അറ്റംപ്റ്റ് ടു മാക്സിമൈസ് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ മാക്സിമൈസ് ചെയ്യാനാണ് TOC അറ്റംപ്റ്റ് ചെയ്യുന്നത്. ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് റവന്യൂ ലെസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ഇവിടെ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നുള്ളൂ, ബാക്കി എല്ലാം ഫിക്സഡ് ആണ്. അപ്പോൾ ആ സെയിൽസ് നിന്ന് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം കുറച്ച് ബാക്കിയുള്ള മൊത്തം അതിനെയാണ് നമ്മൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അങ്ങനെ തന്നെയല്ലേ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റാണല്ലോ സാധാരണ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രെയിൻസിനെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ മാക്സിമൈസ് ചെയ്തുകൊണ്ട്, അതായത് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ തിയറി ഓഫ് കൺസ്ട്രെയിനിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് ദ ഓൺലി വേരിയബിൾ കോസ്റ്റ് ആൻഡ് അതർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആർ ഓൾ ഫിക്സഡ് ആൻഡ് ദ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ ഈസ് കൺസിഡർഡ് ടു ബി ഏൺഡ് ഓൺലി വെൻ പ്രൊഡ്യൂസർ യൂണിറ്റ് ഈസ് ഡിസ്പാച്ച്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുക, സെയിൽസ് കൂട്ടുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു പ്രോസസ് ഓൺലി ദോസ് യൂണിറ്റ് ദാറ്റ് വിൽ ബി ഡിസ്പാച്ച്ഡ് ഇമീഡിയറ്റ്ലി സോ ആസ് ടു ഏൺ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേരിയബിൾ കോസ്റ്റ് പിന്നെ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റില്ല, കാരണം നമുക്ക് മെറ്റീരിയൽ വേണമല്ലോ. അപ്പോൾ ഇവിടെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കൂട്ടാനുള്ള അല്ലെ മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു വഴി അല്ലെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് മൊത്തം പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുക അല്ലെ സെയിൽസ് നടത്തുക. അപ്പോൾ അതിന് ഏതൊക്കെ പ്രോസസ്സിലാണോ അതിനുള്ള ഇത് ചെയ്യുന്നത്, അങ്ങനെ സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്, അവിടെ ആ പ്രോസസ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ നോക്കേണ്ടത്. And TOC help in improving the rate of conversion of raw material into finished goods by reducing the cycle time. അതുപോലെ തന്നെ ആ റേറ്റ് പെട്ടെന്ന് തന്നെ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്ന ആ ഒരു റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് എന്ത് വേണം, ആ സൈക്കിൾ ടൈം മിനിമൈസ് ചെയ്യാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം. അതായത് എത്ര പെട്ടെന്ന് ആവുന്നു അത്രയും സ്പീഡ് കൂടുതലാണ്. എവറി സിസ്റ്റം ഹാസ് അറ്റ്ലീസ്റ്റ് വൺ കൺസ്ട്രെയിൻ ദാറ്റ് ലിമിറ്റ് ഈസ് ഔട്ട്പുട്ട് ആൻഡ് പെർഫോമൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ മാനേജിങ് ഓർ സ്ട്രെങ്തനിങ് ദ ക്രിട്ടിക്കൽ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പം എല്ലാ സിസ്റ്റത്തിനും എന്തുണ്ടാവും, ഇങ്ങനെ എന്തെങ്കിലും ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ടാവും. ഈ ഔട്ട്പുട്ട് ആ സ്പീഡ് കുറയ്ക്കുക അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറയ്ക്കുന്നതൊക്കെ എന്തെങ്കിലും ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കേണ്ടത്, ഈ ഒരു ലിമിറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യുന്ന അല്ലെ ആ ഒരു കൺസ്ട്രെയിൻസിനെ എന്താ പറയുക മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ്, പെർഫോമൻസിനാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് ടെക്നിക് ഈസ് അപ്ലൈഡ് ടു ഫെസിലിറ്റേറ്റ് സ്ട്രാറ്റജിക് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ടു ഗെയിൻ എ കോമ്പറ്റീറ്റീവ് എഡ്ജ്. അപ്പോൾ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിക് ആ ഒരു കാര്യത്തിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഷോർട്ട് ടേം മാനേജ്മെൻറ്റ് ഓഫ് കൺസ്ട്രെയിൻഡ് റിസോഴ്സസിനാണ് നമ്മൾ ലോങ് ടേം ആയി നമുക്കിത് പറ്റില്ല. ഇപ്പോൾ TOC അപ്ലൈ ചെയ്യുന്ന വേണ്ട ഷോർട്ട് ടേം ആയിട്ട് ഈ കൺസ്ട്രെയിൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TOC അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദ സ്പീഡ് ഇൻ മാനുഫാക്ചറിങ് ഈസ് മെഷേർഡ്. എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് എങ്ങനെ എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക? ത്രൂപുട്ട് ടൈം അല്ലെങ്കിൽ സൈക്കിൾ ടൈം ഈക്വൽ ടു ടൈം ബിറ്റ്വീൻ ദ റെസീറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഓർഡർ ആൻഡ് ദ ഡെലിവറി ഓഫ് ദ ഓർഡർ. അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നു, അപ്പോൾ ഓർഡറിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. അപ്പോൾ ഓർഡർ തന്നിട്ട് അത് അയാൾക്ക് എപ്പോഴാണോ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അതിൻ്റെ ഇടയിലുള്ള ടൈം, അപ്പോൾ ആ ടൈമാണ് നമ്മളുടെ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ് അവിടെ വരിക? പ്രോസസ്സിങ് ടൈം വരും, പ്ലസ് ഇൻസ്പെക്ഷൻ ടൈം, മൂവ്മെൻറ്റ് ടൈം, വെയിറ്റിംഗ് ടൈം, സ്റ്റോറേജ് ടൈം. അപ്പോൾ ഇത്രയും ടൈമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അത് ഓരോന്നിനും ഈ ഒരു ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വാല്യൂ ആഡഡ് ടൈം പ്ലസ് നോൺ വാല്യൂ ആഡഡ് ടൈം. ആൻഡ് ദ ബിഗിനിങ് ഓഫ് സൈക്കിൾ ടൈം ഈസ് ദ പോയിന്റ് ഓഫ് ടൈം ആൻഡ് പ്രൊഡക്ഷൻ ഓർഡർ ഈസ് റിസീവ്ഡ്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഓർഡർ കിട്ടുന്ന സമയത്താണ് നമ്മുടെ ഇതിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ഫിനിഷിംഗ് ടൈം ഈസ് ദ പോയിന്റ് ഓഫ് ടൈം ആൻഡ് ദ ഓർഡർ ഈസ് റെഡി ഫോർ ഡെലിവറി. അപ്പോൾ ഡെലിവറിക്ക് റെഡി ആയിട്ട് നിൽക്കുന്ന ടൈം വരെയുള്ള ആ ടൈമാണ് നമ്മുടെ സൈക്കിൾ ടൈം പറയുന്നത്. മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി MCE എന്നാണ് പറയുക. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പ്രോസസ്സിംഗ് ടൈം ടു ടോട്ടൽ സൈക്കിൾ ടൈം. അപ്പോൾ പ്രോസസ്സിംഗ് ടൈമിന് ടോട്ടൽ സൈക്കിൾ ടൈമിൽ എത്രത്തോളം പെർസെൻറ്റേജ് ആണോ പ്രോസസ്സിങ്ങിന് വേണ്ടത്, അല്ലെ ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി അല്ലെ MCE എന്ന് പറയുന്നത്. അപ്പോൾ MCE ഈക്വൽ ടു പ്രോസസ്സിംഗ് ടൈം ഡിവൈഡ് ബൈ ത്രൂപുട്ട് ടൈം. അപ്പോൾ അതിൻ്റെ ഐഡിയൽ റേഷ്യോ എന്തായിരിക്കണം? 1 ആണ്. നമുക്ക് കിട്ടുക ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അവിടെ ടോട്ടൽ സൈക്കിൾ ടൈം ഈസ് അഗ്രിഗേറ്റ് ഓഫ് ടൈം റിക്വയർഡ് ഫോർ വേരിയസ് ആക്ടിവിറ്റി. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ കുറേ പ്രോസസ്സിംഗ് ടൈം, ഇൻസ്പെക്ഷൻ ടൈം, മൂവ്മെൻറ്റ് ടൈം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും കൂടിയുള്ള ടൈമിനെയാണ് നമ്മൾ ടോട്ടൽ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ വുഡ് ലൈക്ക് ടു സീ ദെയർ MCE ക്ലോസ് ടു 1. അപ്പോൾ എല്ലാ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനും എന്താ ചെയ്യേണ്ടത്? അവരുടെ MCE 1ൻ്റെ അടുത്ത്, 1 ഐഡിയൽ റേഷ്യോ. അപ്പോൾ ആ 1ൻ്റെ വളരെ അടുത്തായിട്ട് കിട്ടുന്ന, അല്ലെ ഒന്നോ അല്ലെ അതിനടുത്ത് തന്നെ കിട്ടുക എന്നുള്ള രീതിയിലാണ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസൊക്കെ ഇത് കൊണ്ടുപോകേണ്ടത്. ദിസ് ഇംപ്ലൈസ് ലെസ് ടൈം ഈസ് വേസ്റ്റഡ് ഓൺ ഇൻസ്പെക്ടിങ്, മൂവിങ്, ഹാൻഡ്ലിംഗ്, വെയിറ്റിംഗ് ആൻഡ് അതർ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റി. അപ്പോൾ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിങ്ങിലേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ഇൻസ്പെക്ഷനും അതുപോലെ മൂവ്മെൻറ്റും വെയിറ്റിങ്ങും ഒക്കെ എന്താണ്? അത് വളരെ കുറവ് മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ വിത്തിൻ നോ ടൈം ഈ സംഭവങ്ങളൊക്കെ പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് കൺസ്ട്രെയിൻസ് ആർ ഒബ്സ്റ്റാക്കിൾസ് ദാറ്റ് സ്ലോ ഡൗൺ ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈക്കിൾ ടൈം ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇവിടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതിനുള്ള തടസ്സങ്ങളാണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ തിയറി ഓഫ് കൺസ്ട്രെയിൻറ്റ് ഫോക്കസ് ഓൺ ജസ്റ്റ് ദോസ് ആക്ടിവിറ്റി ദാറ്റ് മേ ക്രിയേറ്റ് ബോട്ടിൽനെക്ക് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ഈ TOC മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ദ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയർ ഇൻ TOC ഈസ് കാൽക്കുലേഷൻ ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ആൻഡ് ത്രൂപുട്ട് ടൈം. പറ്റും ഷോർട്ടായിട്ട് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയർ ഇൻ TOC എന്ന്, അതായത് തിയറി ഓഫ് കൺസ്ട്രെയിൻസിലെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ, അതുപോലെ ത്രൂപുട്ട് ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഈ 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ദെൻ അടുത്തത് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ചാണ്, JIT എന്ന് പറയും, അല്ലെങ്കിൽ ലീൻ മാനുഫാക്ചർ. ആൻഡ് അഡ്വാൻസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഷോർട്ടർ ലൈഫ് സൈക്കിൾ ഫോർ പ്രൊഡക്ട്സ് ആൻഡ് പ്രോഡക്റ്റ് ഡൈവേഴ്സിറ്റി ഹാസ് ഇൻക്രീസ്ഡ്. അല്ലേ, നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ് എല്ലാ മേഖലയിലും, അല്ലേ, കമ്മ്യൂണിക്കേഷനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് നമുക്ക് ലൈഫ് സൈക്കിൾ ഓഫ് പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കുറവ് ആണ്. അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഡൈവേഴ്സിറ്റി കൂടുതലായിട്ടുണ്ട്. ആൻഡ് ദീസ് കോമ്പറ്റേറ്റീവ് പ്രഷേഴ്സ് ഹാവ് ലെഡ് ടു മെനി ഫേംസ് ടു അബാൻഡൻ ദ EOQ മോഡൽ ഇൻ ഫേവർ ഓഫ് എ JIT അപ്രോച്ച്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കോമ്പറ്റേറ്റീവ് പ്രഷർ പല ഫേംസും അതിൻ്റെ EOQ മോഡൽ ഒഴിവാക്കിയിട്ട് ഒരു JIT അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ളതിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് JIT ഈസ് ബിൽറ്റ് അറൗണ്ട് ദ ഫിലോസഫി ദാറ്റ് ഇൻവെൻട്രി ഈസ് ഈവിൾ. അതായത് ഇൻവെൻട്രി എന്ന് പറഞ്ഞ സംഭവമേ അവിടെ ഉണ്ടാവാൻ പാടില്ല, ഇൻവെൻട്രി ഈവിളാണ്. അങ്ങനത്തെ ഒരു ഫിലോസഫിയാണ് JIT എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എന്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് JIT? ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്.
ഇറ്റ് ഫോക്കസ് ഓൺ മെയിൻറ്റെയിനിങ് 0 ലെവൽ ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രി ഉണ്ടാവാൻ പാടില്ല, അത്രയും 0 ലെവൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അത് തീരെ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ്. പേര് പറയുന്ന പോലെ തന്നെ റോ മെറ്റീരിയൽസ് ആൻഡ് കമ്പണൻസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ വെൻഡർ ഓർ സപ്ലയർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദേ ആർ നീഡഡ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ മാനുഫാക്ചറിങ് പ്രോസസ്സ് ആവശ്യം ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റോ മെറ്റീരിയൽസും കമ്പണൻസും സപ്ലയർ അടുത്തുനിന്ന് നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ. ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ അത് വാങ്ങിക്കാം. ആൻഡ് ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് ഫിലോസഫി ദാറ്റ് ട്രൈ ടു എലിമിനേറ്റ് സോഴ്സ് ഓഫ് മാനുഫാക്ചറിങ് വേസ്റ്റ് ബൈ പ്രൊഡ്യൂസിങ് ദ റൈറ്റ് പാർട്ട് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ ഇവിടെ എന്താണ് മെയിനായിട്ട് ആ ഒരു ഫിലോസഫി, മാനേജ്മെൻറ്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മാനുഫാക്ചറിങ് വേസ്റ്റൊക്കെ അതിൻ്റെ സോഴ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസിങ് ദ റൈറ്റ് പാർട്ട്, ആവശ്യമുള്ള റൈറ്റ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കണം, റൈറ്റ് പ്ലേസിലായിരിക്കണം, അതിൻ്റെ റൈറ്റ് ടൈമിലും ആയിരിക്കണം. ഇറ്റ്സ് ഓൾസോ കോൾഡ് സ്റ്റോക്ക്ലെസ് സിസ്റ്റം അല്ലെങ്കിൽ സീറോ ഇൻവെൻട്രി സിസ്റ്റം ഓർ ലീൻ പ്രൊഡക്ഷൻ സിസ്റ്റം ഓർ കാൻബാൻ സിസ്റ്റം. കാൻബാൻ മീൻസ് സൈൻ ബോർഡ് ഇൻ ജപ്പാനീസ്. സൈൻ ബോർഡ് എന്നാണ് ജപ്പാനീസിൽ കാൻബാൻ എന്ന് പറയുക. അപ്പം ഇത്രയും പേരുകളാണ് ഇതിന് വേറെ JITക്ക് വേറെ ഉള്ളത്. ആൻഡ് JIT മാനുഫാക്ചറിങ് മീൻസ് പ്രൊഡ്യൂസിങ് ദ നെസറി ഐറ്റംസ് ഇൻ നെസറി ക്വാണ്ടിറ്റി അറ്റ് ദ നെസറി ടൈം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ വിച്ച് നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് റിമൂവ്ഡ്. നമുക്ക് ആവശ്യമുള്ള വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് മാത്രം നമ്മൾ ചെയ്യുക, നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ വേസ്റ്റുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തപ്പം തന്നെ റിമൂവ് ചെയ്യാം. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് യൂസ് ഇൻ ജപ്പാനീസ് മോട്ടോർ കമ്പനി ടൊയോട്ട. ഇറ്റ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് അറ്റ് ടൊയോട്ട ബൈ തൈഷി ഓനോ, വൈസ് പ്രസിഡന്റ് ഓഫ് ടൊയോട്ട അറ്റ് ഷിയോഗോ ഷിങ്കോ. ഇൻ USA ഇറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ JE. മാരുതി, ഹോണ്ട, വാൾമാർട്ടിലൊക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് ടു എൻഷുർ പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ദ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ടൈം. പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, റൈറ്റ് ക്വാണ്ടിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ, അത് റൈറ്റ് ടൈമിൽ തന്നെ പ്രൊഡക്ഷൻ നടത്താം, അത് ഉറപ്പുവരുത്താണ്. ആൻഡ് വേറൊന്നെന്ന് പറഞ്ഞാൽ ടു പർച്ചേസ്, പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവർ പ്രൊഡക്ട്സ് ജസ്റ്റ് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡെലിവർ ചെയ്യുക. പിന്നെ വേറെ കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. റെഡ്യൂസ് ഇൻവെൻട്രി ടു വെരി ലോ ലെവൽ, മിനിമൈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, റെഡ്യൂസ് വേസ്റ്റ് ഓർ ഡിലേ ബൈ എലിമിനേറ്റിംഗ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റി. വേസ്റ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യുക. പ്രോസസ്സിംഗ് ടൈം കുറയ്ക്കുക. ടൈംലി ഡെലിവറി ഷെഡ്യൂൾസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഫേമിൽ ഉറപ്പുവരുത്തുക. കറക്റ്റ് ആയിട്ടുള്ള ഡെലിവറി ടൈമൊക്കെ കറക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രൊഡക്ഷൻ ബോട്ടിലൊക്കെ എലിമിനേറ്റ് ചെയ്യുക. ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ അച്ചീവ് ചെയ്യുക. എൻഷുർ സീറോ ബ്രേക്ക് ഡൗൺസ് ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. ബ്രേക്ക് ഡൗൺസ് ഒന്നും ഉണ്ടാവാതെ ആ ഒരു പ്രൊഡക്ഷൻ്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഉറപ്പുവരുത്തുക. ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മിനിമൈസ് സെറ്റപ്പ് ടൈം. ഇത്രയും ഒബ്ജക്റ്റീവ്സ് എന്തിനുണ്ട്, JITക്ക് ഉണ്ട്. അപ്പോൾ ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് വേസ്റ്റേജ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞതിൽ തന്നെ നമുക്ക് കുറേ ഫീച്ചേഴ്സ് നമുക്കറിയാം. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ എ ഡിമാൻഡ് പുൾ സിസ്റ്റം. അതായത് എന്താണ്, പർച്ചേസ് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഓൺ ഡിമാൻഡാണ്. ഡിമാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല. ആരെങ്കിലും ഡിമാൻഡ് അല്ലെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ. ഇറ്റ് മിനിമൈസസ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ്. അതായത് ഇൻവെൻട്രീസിൻ്റെ ക്യാരിയിങ് കോസ്റ്റ്, അതായത് നമ്മൾ ഇൻവെൻട്രി ഉണ്ടെങ്കിലല്ലേ അതിന് ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവെൻട്രി ഇല്ല എന്നാണ്, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ അത് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ഹൈ ക്വാളിറ്റി ത്രൂ മിനിമൈസേഷൻ ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റേജസ്, ക്വിക്ക് ഡെലിവറി എക്സെട്ര. അതായത് നമ്മളെ വേസ്റ്റേജസും ഒക്കെ എല്ലാ ടൈപ്പ് വേസ്റ്റേജസും നമ്മൾ മിനിമൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്വിക്ക് ഡെലിവറി ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട്. ആൻഡ് ഇറ്റ് അഡോപ്റ്റ് ദ TQM അപ്രോച്ച് ടു അച്ചീവ് കൺസിസ്റ്റൻസി ഇൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് അപ്രോച്ച് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ്സ് എ പ്രീ റിക്വസിറ്റ് ഫോർ ABM ആൻഡ് TQM. അതുപോലെ ABM ഓർമ്മയില്ലേ, ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ്. അതുപോലെ TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ABM ഒക്കെ നമ്മൾ പഠിച്ചാണ് ഇതിന് മുന്നേ. അപ്പോൾ അതിനൊക്കെ ഇത് വേണം. JIT ഉണ്ടെങ്കിൽ മാത്രമേ ABM-ഉം TQM ഒക്കെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂ. ഇറ്റ്സ് എ പ്രീ റിക്വസിറ്റ് ഫോർ ദ എഫിഷ്യൻറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഓട്ടോമേഷൻ. അപ്പോൾ ഓട്ടോമേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഇത് ഒരു പ്രീ റിക്വസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടോമേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ EOQ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അതിൻ്റെ പകരമായിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. ഇറ്റ് റിക്വയർസ് എ ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ സപ്ലയർ ആൻഡ് പ്രൊഡ്യൂസർ.
സപ്ലയറും പ്രൊഡ്യൂസറും തമ്മിൽ നല്ലൊരു ഗുഡ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇറ്റ് എയിംസ് അറ്റ് പ്രൊഡക്ഷൻ ഇൻ സ്മോൾ ബാച്ചസ്. അപ്പോൾ ചെറിയ ചെറിയ ബാച്ചസിൽ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് JITക്ക് ഉള്ളത്. ഇനി ഇതിന് ബെനിഫിറ്റ്സ് അല്ല അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ് ടു റെഡ്യൂസ് ദ ഇൻവെൻട്രി ലെവൽ ആൻഡ് ടു മേക്ക് ലാർജർ സേവിങ്സ് അല്ലേ. ഇൻവെൻട്രി ലെവൽ കുറയ്ക്കുക, അതുപോലെ തന്നെ ത്രൂ ദാറ്റ് മേക്ക് ലാർജർ സേവിങ്സ്. വേറെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എൻഷുവേഴ്സ് ദാറ്റ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ഓർ പ്രൊഡ്യൂസ് അറ്റ് ദ റൈറ്റ് ടൈം. അതുകൊണ്ട് ദർ വിൽ ബി നോ വേസ്റ്റേജസ്. It reduces the storage cost of inventory and there will be zero level of inventory, so there will not be any storage cost, or storage cost will be the minimum, and it reduces investment in inventories. ഇൻവെൻട്രീസിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മിനിമൈസസ് ദ ചാൻസ് ഓഫ് സ്റ്റോക്ക് ബിക്കമിങ് ഒബ്സല്യൂട്ട്. ഇപ്പോൾ സ്റ്റോക്കൊക്കെ കുറേ സ്റ്റോക്ക് അവിടെ കെട്ടിക്കിടന്ന് അതൊക്കെ ഒബ്സല്യൂട്ട് ആവുന്ന ആ ചാൻസൊക്കെ ഇത് മിനിമൈസ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സിങ് ടൈം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, അതായത് ഇൻസ്പെക്ഷൻ്റെ ഒക്കെ കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെറ്റപ്പ് ടൈം മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹയർ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി അതുപോലെ ഇന്നോവേറ്റീവ്നെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഓവറോൾ റിഡക്ഷൻ ഇൻ കോസ്റ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കാര്യം. ആൻഡ് ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻസ് ഓൾസോ. ഹോൾ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ഡിലേഡ് ഇഫ് സ്റ്റോക്ക് ഈസ് നോട്ട് ഡെലിവേർഡ് ഇൻ ടൈം. നമുക്ക് കറക്റ്റായിട്ട് സ്റ്റോക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിലൊക്കെ മൊത്തം പ്രൊഡക്ഷൻ പ്രോസസ്സ് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. പർച്ചേസസ് ആർ മെയ്ഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ ബൾക്ക് പർച്ചേസിൻ്റെ ബെനിഫിറ്റ്, ബൾക്ക് പർച്ചേസ് ആകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, കാരണം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഇവിടെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ടൈം ഈസ് റിക്വയർഡ് ടു ബിൽഡ് സൗണ്ട് റിലേഷൻഷിപ്പ് വിത്ത് സപ്ലൈസ്. അപ്പോൾ സപ്ലൈസുമായിട്ട് നമ്മൾ എപ്പോൾ ചോദിച്ചാലും അവരത് തരുന്ന രീതിയിലുള്ളൊരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് കുറേ ടൈം എടുക്കും, പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് റിക്വയർസ് കെയർഫുൾ ആൻഡ് തറോ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ഓൾസോ ഹൈ. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഹെവിലി ഓൺ സപ്ലൈസ് അല്ലേ. സപ്ലൈസിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത്, കാരണം നമ്മൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് സപ്ലൈസ് റോ മെറ്റീരിയൽ കറക്റ്റ് തരാനുള്ള ഒരു സാഹചര്യം വേണം. അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ടെക്നോളജി. ഇപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ടെക്നോളജീൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ഇഫ് ദർ ഈസ് എ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലും ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്.